ഗുഡ് ഈവനിങ്. ഇന്ന് ബിനാലയുടെ തേർഡ് പാർട്ടാണ്. നമ്മൾ ബിനാലെ കാണാൻ വരുന്നവർക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബിനാലെ ക്യാൻറ്റീനുണ്ട്. പൊതുവേ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ് അവിടെ. നമുക്ക് ബിനാലെ കണ്ടു മടുക്കുന്ന അല്ലെങ്കിൽ വിശക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ഫുഡ് നമുക്ക് കഴിക്കാം. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറച്ചും കൂടെ കഴിഞ്ഞാണ്. ഇവിടെ സൈഡിലായിട്ടൊരു ആർട്ടും കൂടെ കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്, ഈ ഫ്ലോറിലായിട്ട് വെച്ചേക്കുന്നത് പെയിൻറ്റിങ്സാണ്. പല തരത്തിലുള്ള പെയിൻറ്റിങ്സ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് എന്തോ വുഡിൻ്റെ തീം വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. എന്താ പറയുക, ഒരു ബെഡ്റൂമിൻ്റെ ആർക്കിടെക്ചറൽ ആയിട്ടുള്ള എന്തോ ഒരു തരം ആർട്ടാണ്. ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഈ പെയിൻറ്റിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ആർട്ടിനെക്കുറിച്ച് ഒത്തിരി ഗ്രാഹ്യമുള്ള ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. എന്തോ കണ്ടിന്യൂറ്റി ഉള്ളൊരു പിക്ചറാണ്, പക്ഷേ അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും എന്നെ ഒത്തിരി ആകർഷിച്ചു. ഒത്തിരി മഡ് കൊണ്ടുണ്ടാക്കിയ കലങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരെണ്ണത്തിൽ നിന്ന് മാത്രം ഇങ്ങനെ വാട്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളതിൻ്റെ താഴ്ഭാഗമൊക്കെ നനയുന്നുണ്ട്. അതും എന്തോ ആർട്ടിസ്റ്റിക് തീമാണ്, അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഇതും നമ്മളെ വളരെയധികം ഇമ്പ്രസ് ചെയ്യും. ഇത് തിരമാലയാണ് അവിടെ വരച്ച് വെച്ച് എന്തോ ഒരു തരം സാധനം കൊണ്ട് വരച്ചേക്കുന്നതാണ് അത് ശരിക്കും. പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് അവിടെ ആ ഫ്ലോറിലുള്ളതിൽ വെച്ചിട്ട്. പിന്നെ ഞാൻ നേരെ താഴെ ഈ പറഞ്ഞ റിഫ്രഷ്മെൻറ്റ് ഏരിയയിലോട്ട് വന്നു. അവിടെ വന്നിട്ട് ഞാൻ വാങ്ങിയത് ഒരു കോഫിയും ഒരു പഴംപൊരിയാണ്. 35 റുപ്പീസ് ആണ് ആയത്. പിന്നെ അവിടെ ഇരിക്കാൻ നല്ല സ്പേസാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ആ കൂടാരം പോലെ പണ്ടത്തെ ഓലയൊക്കെ മേഞ്ഞ് മുളയൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. ആ കണ്ട ഇരുന്ന് നമുക്ക് കഴിക്കാം. അതിനുശേഷം ഇവിടെ ബിനാലെ ഷോപ്പുണ്ട്, അതായത് ബിനാലെ കട എന്നാണ്. ഒരു തീമാറ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കടയുടെ ഫ്രണ്ടിലായിട്ട് കോലം വരച്ചിട്ടുണ്ട്. കടയ്ക്കകത്ത് ഉള്ള പ്രോഡക്റ്റ്സാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ അതനുസരിച്ച് അതിനെല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഫോർഡബിൾ അല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇതിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആളുകൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളുടെ മെച്ചം എന്തെന്ന് അറിയാവുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ പ്രോഡക്റ്റ്സാണ് അവിടെ ഇരിക്കുന്നത്. ഈ മിററിൻ്റെ രണ്ട് സൈഡിലും ഹാങ് ചെയ്തിട്ടേക്കുന്നത് ബീഡ്സ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതെല്ലാം ചെറിയൊരു നമ്മുടെ എന്താ പറയുക, പേഴ്സണൽ ഡയറി പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലെയുള്ള ക്ലോത്ത്? ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉടുക്കുന്ന മുണ്ട്, വേഷ്ടി എന്നൊക്കെ പറയുന്ന സാധനമല്ലേ ഇത് ശരിക്കും. ഇതൊരു ബാഗായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാഴ്ചയിൽ. ഇതെല്ലാം പോസ്റ്റൽ കാർഡുകളാണ്. നമ്മൾ ക്രിസ്മസിന് ഇങ്ങനെ ഓരോ ഒക്കേഷനിൽ പോസ്റ്റൽ കാർഡ് അയക്കില്ലേ, കേരള തീം വെച്ചിട്ടുള്ള പോസ്റ്റൽ കാർഡ്സാണ് അവിടെ വെച്ചേക്കുന്നത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡും വളരെ നല്ല പ്യുവർ കോട്ടണിലൊക്കെ ചെയ്തേക്കുന്നതാണ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് വുഡ് കൊണ്ടുണ്ടാക്കിയ ബാങ്കിളാണ്, പക്ഷേ ഇതിന് 550 അങ്ങനെ എന്തോ ആണ് റേറ്റ് ആ ഒരു ബാങ്കിളിൽ. എല്ലാം അവിടെ ഇട്ടേക്കുന്ന ആ ബാങ്കിളെല്ലാം ഏകദേശം ആ റേഞ്ചാണ്. അതുകൊണ്ട് നമ്മളത് അവിടെ തിരിച്ചു വെച്ചു. പിന്നെ അവിടെ അതായത് ഇതെല്ലാം കുട്ടി ഉടുപ്പുകളാണ്. വുളൻ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിരിക്കാം, മിഷൻ മെയ്ഡ് ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും പ്യുവർ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഹൂപ്പ് ഇയറിങ്സ്, ഇപ്പോൾ ഇങ്ങനെ ആൻറ്റി ടർണിഷ് ആയിട്ടുള്ള ഇയറിങ്സും ജ്വല്ലറീസൊക്കെ ഭയങ്കര ഇതല്ലേ, അതിനും നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് പിന്നെ പ്യുവർ ലിനൻ, കോട്ടൺ അങ്ങനെയുള്ള ഫാബ്രിക്കിലുള്ള ഡ്രസ്സസ്സാണ്. 5000 4000 അങ്ങനെ കോട്ട് സെറ്റ് പോലെയാണ്. അതിനെല്ലാം നല്ല റേഞ്ചുള്ള ഡ്രസ്സുകളാണ്. അത് ഇടുന്ന ആളുകൾക്ക് അത് ഇഷ്ടമാവും. പിന്നെ ഇതൊരു ഇയറിങ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ കിടക്കുന്ന സ്റ്റോണ് പ്യുവർ സ്റ്റോണാണ്. അതായത് അത് കട്ട് ചെയ്യാത്ത സ്റ്റോണുകളില്ലേ നമ്മൾ എടുക്കുന്ന കടൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺ കിട്ടുന്ന അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് എടുത്തത് ഉണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ലെറ്റേഴ്സ്, കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അത് 1 പീസിനൊക്കെ 700 ഒക്കെയാണ്. ഇത് പ്ലേയിങ് കാർഡ്സാണ്. കഥകളി തീമായിട്ടുള്ള കാർഡായിരുന്നു. 1250 ആയിരുന്നു റേഞ്ച്. ഇതും എന്തോ ക്ലോത്ത് മെറ്റീരിയൽ, എന്തോ ഡ്രസ്സ് എന്തോ ആണെന്ന് തോന്നുന്നു. അത് അവിടെ അഫോർഡബിളായിട്ട്, സാധാരണക്കാർക്ക് അഫോർഡബിൾ എന്ന് പറയുന്നത് ഈ പേഴ്സ്. ഇത് പണ്ടത്തെ ഒരു തഴപ്പായ എന്ന് പറയും. ആ പായ ആയിട്ടുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പേഴ്സാണ്. അത് 399 299 എന്തോ ആണ്. ഇതൊക്കെ ആർട്ടിസ്റ്റിക് ബുക്കുകളാണ്, വരയ്ക്കാൻ ഉപയോഗിക്കുന്ന. ഈ ബാങ്കിൾ, അത് ഒത്തിരി ഗ്ലാസ് ബാങ്കിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ഗ്ലാസ് ആണത്.
അത് പെർ പീസിന് 300 സംതിങ് എന്തോ ആണ്. പക്ഷേ വളരെ നല്ല ബാംഗിൾസാണ്. അത് കയ്യിലിട്ടാലും നമ്മൾക്കതൊരു പ്യുവർ ഗ്ലാസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ ചെറിയ തരി ബീഡ്സ് വെച്ചിട്ട് ഈ കൈ കൊണ്ടുണ്ടാക്കിയേക്കുന്നതാണ്. ഇതിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ട്. ഈ മാല ഇതെല്ലാം കൈ കൊണ്ട് അവർ ഉണ്ടാക്കിയേക്കുന്നത്, ഏറ്റവും പഞ്ചസാര തരിമുത്ത് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട്. ഇതും പേഴ്സണൽ ഡയറിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബുക്സാണ്. ഇതിനും 300, 400, 450 ഇതൊക്കെ ആ ഒരു റേറ്റിൽ വരുന്ന ബുക്സാണ്. ഈ ബുക്സും പിന്നെ പോസ്റ്റൽ കാർഡ്